നമ്മൾ കുന്നത്തൂരാണ്. നമ്മൾ ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തില് കുന്നത്തൂരിലെ സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂര് ആർഎസ്പിയുടെ മുതിർന്ന നേതാക്കന്മാരെ അദ്ദേഹത്തെ വിമർശിച്ചതിനെ തുടർന്ന് പിടിച്ച് തള്ളുകയുണ്ടായെന്നുള്ള രീതിയിലൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. ഇപ്പം ആ പിടിച്ച് തള്ളി എന്ന് പറഞ്ഞ രണ്ടുപേരും ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു അവർ പിടിച്ചു തള്ളാനുണ്ടായ ഉല്ലാസ് കോവൂർ പിടിച്ചു തള്ളാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ചേട്ടാ? നമസ്തേ, എൻ്റെ പേര് വിജയദേവൻ പിള്ളയാണ്. ഞാനാണ് ഉല്ലാസ് കോവൂരിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്. തന്നെയുമല്ല, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഐക്യ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളും കൂടിയാണ്. ഇപ്പോൾ ഏതോ ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം മോശമായ തരത്തിൽ ഉല്ലാസവും ഞാനുമായി ഏതോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പിടിച്ചു തള്ളി എന്നൊക്കെ പറയുന്ന പത്രവാർത്ത വ്യാജമാണ്, പച്ചക്കള്ളമാണ്, പച്ച നുണയാണ്. ഉല്ലാസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ പിതൃസ്ഥാനത്തും ഗുരുസ്ഥാനീയത്തും ആയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ പിടിച്ചു തള്ളുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനെ തള്ളുന്നതിന് തുല്യമാണ്. അങ്ങനെ യാതൊരു കാരണവശാലും അങ്ങനെ ഉണ്ടാകത്തില്ല. ഞാനും ഉല്ലാസമായിട്ടുള്ള ആ ബന്ധത്തെ പറ്റി നല്ലപോലെ അറിയാൻ വയ്യാത്ത ആരോ കുബുദ്ധികൾ കൊടുത്ത വാർത്തയാണ്. അവരെ ഈ ലോകത്തല്ല, വിഡ്ഢികളുടെ ലോകത്താണ് താമസിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാറ് പറയുന്ന അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണോ പറഞ്ഞത്? അതെ, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇത് പച്ച നുണയാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത് വാക്ക് തർക്കം ഉണ്ടായി എന്ന് പറയുന്ന രഘുനാഥൻ പിള്ള, അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചതെന്ന്? നമസ്കാരം, ഞാൻ രഘുനാഥൻ പിള്ള. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 1982 മുതൽ ഈ പാർട്ടിയുടെ യുവജന സംഘടനയായിട്ട്, ആർഎസ്പിയുടെ യുവജന സംഘടനയായിട്ട് PYF മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ കാലം മുതൽ പിന്നെ ഉല്ലാസ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു പോലെ. അവരുടെ വീടുമായിട്ട് എനിക്ക് അന്ന് മുതലേ ഉള്ള ബന്ധമാണ്. ഇവിടെ നേരത്തെ ശ്രീ വിജയപിള്ള സാറ് സൂചിപ്പിച്ച മാതിരി അവരൊക്കെ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നല്ല, അതിനേക്കാളും വലിയ ബഹുമാനം കൊടുത്ത് കൊണ്ടുവരുന്ന ഒരാളാണ് ഇതുപോലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വമൊക്കെ എന്നെ വിളിച്ചിങ്ങനെ ഒരു പത്രത്തിലൊരു ഏതോ ഒരു പാർട്ടി പത്രത്തിൽ ഇങ്ങനെ ന്യൂസ്, ഏതോ പാർട്ടി പത്രമല്ല, ദേശാഭിമാനിയിലാണ് പാർട്ടി പത്രം വാർത്ത കണ്ടില്ല. പിന്നെ എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ അത് ഇട്ട് തന്നപ്പം പിന്നെ ദേശാഭിമാനിയിലാണെന്ന് ഞാൻ അറിഞ്ഞതുപോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അങ്ങനൊരു സംഭവം നടന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാവുന്നേ, എനിക്ക് കഴിഞ്ഞ അങ്ങനൊരു സംഭവം ഇല്ലാതെ ഒരു പത്രത്തിലെ ഒരു വാർത്ത അടിച്ചു വരുമോ? സ്വാഭാവികമായിട്ടും അത് തീർച്ചയായും ഞാനത് ഇതിൻ്റെ ബാക്കി അത് ഞാൻ സൂചിപ്പിച്ചുതരാം. ഞാൻ എന്തായാലും അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തന്നെ ഇന്ന് രാവിലെ തന്നെ തീരുമാനിച്ചത്. കാരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 26 എനിക്ക് ആഞ്ഞിലൂട് ജംഗ്ഷൻ വെച്ച് ഒരു മേയർ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് പറ്റി ഞാൻ ഏതാണ്ട് 10-29 ദിവസം തന്നെ ആസ്പത്രിയിൽ നിന്ന് എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോരുവഴിയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പം 15 ദിവസമായി. മൊത്തത്തിൽ ഇന്നിപ്പം 43ാമത്തെ ദിവസം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട്. ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കാല് ആ സകലം വ്രണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് മാംസങ്ങളും ഒക്കെ ഇളകിപ്പോയി. ആ മാംസങ്ങൾ വെച്ച് പിടിപ്പിച്ചിപ്പം ഇന്നലെ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ പല്ലുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമോ അതിനു മുമ്പോ ഉള്ള ഒരു പാർട്ടി പരിപാടികളിലും ഈ UDFൻ്റെ ഇലക്ഷൻ പരിപാടികളിലും ഒന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് ഇതുപോലെ. എന്നാലും ഞാൻ ഇതിന് ശേഷം കുറച്ച് പിക്കപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ കൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ ഫോണിലൊക്കെ ചില വർക്കുകൾ നടത്തുന്നതല്ലാതെ ഇത് വളരെ വിഷമിപ്പിച്ച് ഒരു വാർത്തയാണ്. ഇത് അടിസ്ഥാനരഹിതമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം അവർ നേരത്തെ സാറ് സൂചിപ്പിച്ചത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10-42 വർഷക്കാലമായിട്ട് ഞങ്ങളൊക്കെ RSP എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെല്ലാം പ്രവർത്തിച്ച് വരുന്നവരാണ് ഇതുപോലെ. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനവും കാര്യമൊക്കെ നാട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ കാലത്ത് അത് ആ പത്രത്തിലും അത് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ഞാൻ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് 10 വർഷം ജനപ്രതിനിധിയായിരുന്നു. മൈനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ മെമ്പറായിരുന്നു. 10 വർഷം ജനപ്രതിനിധി ആയതിൽ 5 വർഷവും ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പം ഉല്ലാസമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ തന്നെ ഒരു മാമൻ എന്നുള്ള രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ആദ്യകാലത്തൊക്കെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ കരുതുന്നത്. ഇപ്പോഴേ അണ്ണ എന്നൊക്കെ പറഞ്ഞ് വളരെ ബഹുമാന സൂചകം. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ പൊതു ട്രെൻഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ വാർത്തയുടെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഈ UDFൻ്റെ സ്ഥാനാർത്ഥി, അതായത് UDFിൽ RSPയുടെ സ്ഥാനാർത്ഥിയായി മൺമട്ടി മൺകോരി അടയാളത്തിൽ മത്സരിക്കുന്ന ഉല്ലാസിന് കഴിഞ്ഞ കാലത്ത് എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുത്തവർ വോട്ടുകളിൽ
ബഹുഭൂരിപക്ഷം ആ വോട്ടുകളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോഴും ഇത് ചെയ്യുമെന്ന് 2 ദിവസം കൊണ്ട് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യത്തിലാണ് സ്വാഭാവികമായിട്ടും ഒരു സാമുദായിക, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് ആ വാർത്തയിൽ. ഒരു സാമുദായിക ധ്രുവീകരണവും കൂടെ, ആ വാർത്ത കാണുമ്പോൾ ഒരു സാമുദായിക ധ്രുവീകരണവും കൂടെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളാരും അങ്ങനെ ഒരു സാമുദായിക പ്രവർത്തകരോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങൾ ഈ കാലം ഇത്രയും 43 വർഷക്കാലമായി ഞങ്ങൾ പൊതുരംഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അത് എന്തായാലും ഖേദകരമാണ് ആ വാർത്ത. അതാരും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു വളരെ കുബുദ്ധി അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കരുത്. അതിനെതിരെ ഞാൻ തീർച്ചയായിട്ടും, കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ECG എടുക്കേണ്ടി വന്നു. ഇന്ന് എക്കോ എടുക്കേണ്ടതായിരുന്നു. ആ എക്കോ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് ഇതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ പൂർണ്ണമായി ആരോഗ്യവാനല്ല. ഒരു മിനിറ്റ് നമസ്തേ. ഞാൻ പറഞ്ഞതിനകത്ത് ഈ ഇലക്ഷൻ ചീഫ് ഏജന്റ് എന്നുള്ള രൂപത്തിൽ ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രാധിപർക്കുൾപ്പെടെ ഞങ്ങൾ ഈ കേസ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഇതിൻ്റെ വേണ്ടപ്പെട്ട സ്ഥാനങ്ങളെല്ലാം കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഞങ്ങൾ പരാതി, മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മാനനഷ്ട കേസ്, മാനസികമായി ഞങ്ങളെ ഞങ്ങളുടെ മനസ്സ് തളർത്തിയ അവർക്കെതിരായത് ഞങ്ങൾ മാനനഷ്ട കേസ് 1 കോടി രൂപ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരായിട്ട് നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാവോ ആ അറ്റം വരെ ഞങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു.